അപ്പോൾ എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ രസം. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, പീഡന പരാതിയെക്കുറിച്ച് ഷിയാസ് കരീം പറയുന്നത് ഇങ്ങനെ: തന്റെ കുടുംബവുമായി വളരെയധികം അടുപ്പമുള്ള 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തത്. അവർ തന്റെ ഉമ്മയിൽ നിന്നും ഭാര്യയിൽ നിന്നും കുറച്ച് സ്വർണം കടം വാങ്ങിയിരുന്നു. അതേക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നില്ല. തന്റെ കുടുംബത്തിൽ കയറി അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ഇതേക്കുറിച്ച് താൻ അറിയുന്നത്. യാത്ര ചെയ്യുന്നതിനും ഫ്ലൈറ്റ് ടിക്കറ്റിനുമൊക്കെയായി പലപ്പോഴും അവർ തന്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരിൽ പൈസ അയച്ചിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഇക്കാര്യങ്ങൾ വച്ച് താൻ അവരിൽ നിന്ന് കോടികൾ തട്ടിച്ചു എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതിന്റെ പേരിൽ താൻ അവർക്കെതിരെ നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ആ കേസ് ഫയൽ ചെയ്ത് അവർക്കെതിരെ നോട്ടീസ് ചെന്നപ്പോൾ ഇപ്പോൾ അവർ തനിക്ക് നേരെ അടുത്ത കേസുമായി വന്നിരിക്കുന്നതാണ്. തനിക്ക് കേരള പോലീസിലും ലോയിലുമൊക്കെ നല്ല വിശ്വാസമാണ്. ഇതുപോലൊരു കള്ളക്കേസിലൂടെ മുൻപും കടന്നുപോയതാണ്. തന്റെ ഉമ്മയോളം തന്നെ പ്രായമുള്ള സ്ത്രീയാണ്. എന്നിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും താൻ തലയുയർത്തി തന്നെ നടക്കും. ഏതറ്റം വരെയും പോയി ഫൈറ്റ് ചെയ്യും. ഷിയാസ് കരീമിന് സപ്പോർട്ടുമായി നിരവധി പേരാണ് എത്തുന്നത്.